Good evening, sir. Good evening. ഏത് ക്ലാസ് കാണുകയാണ് നിർത്തി. Good evening all. Good evening all. നിർത്തി ക്ലാസ്. Shikshna. ഓക്കെ എല്ലാം എത്തിയോ? എന്തേ ആ കുറ്റി തുറക്കാൻ നോക്കിയിട്ട് പറ്റില്ല. ക്ലാസ് തുടങ്ങി. ഓക്കെ 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 എല്ലാരും മ്യൂട്ട് ചെയ്യട്ടോ. എല്ലാരും മ്യൂട്ട് ചെയ്യട്ടോ. മ്യൂട്ട് ചെയ്യേ. ഇത് കൊടുത്തു. ഇത് ഫുള്ളൊന്നും എടുത്തിട്ടില്ല. ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിന്റെ മലയാളം, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് അതിന്റെ മലയാളം. ഓക്കെ മ്യൂട്ട് ചെയ്യട്ടോ. മ്യൂട്ട് ചെയ്യ. ആരാണ് സംസാരിക്കണാരാ? മലയാളം എത്ര ക്വസ്റ്റ്യൻ എടുത്തുന്നല്ലേ? ഇന്നലെ അയച്ചത്ര ഓർമ്മയില്ല. 115 ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇതിലെ എക്സാമിനേഷൻ 115. എന്താ വോയിസിലിട്ടിക്കണേ? ക്ലാസ് മ്യൂട്ട് ചെയ്യാൻ. മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യൂ. കേക്കണില്ലേ? സംസാരം കേക്കണില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? ഞാനാണ് മ്യൂട്ട് ചെയ്യാത്തത്. എല്ലാം മ്യൂട്ട് ആക്കിയില്ലേ? കേൾക്കണില്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കുറച്ചു കാലമായില്ലേ നമ്മള് സയൻസ് എടുത്തിട്ട്. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ വിളയിക്കാം 100 ടുവാർഡ്സ് എ 100-fold yield എന്ന ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? Okay, sir. ഓക്കെ ഓക്കെ.
നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നല്ല വിളവ് ലഭിക്കാന് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. നമുക്കറിയാം സസ്യങ്ങള് നല്ല വിളവ്, സസ്യങ്ങളിൽ നല്ല കായ്കളോ അല്ലെങ്കിൽ കിഴങ്ങുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല ഗുണമേന്മയുള്ള വിത്ത് തന്നെ തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താന് വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മ ഉള്ളതായിരിക്കണം. അപ്പോ നല്ല ചെടിയുടെ നല്ല വിത്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിത്ത് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു സസ്യം ഉണ്ടാകണമെങ്കിൽ വിത്ത് കുഴിച്ചിടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ള ചെടികളും ഫലങ്ങളുമായിരിക്കണം. Good quality seed should be setted for better yield. For this, the respective plant and fruit should also have good quality. Good quality ഉള്ള ചെടിയും അതുപോലെ തന്നെ അതിന്റെ ഫ്രൂട്ടും ആണ് നമ്മൾ വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. നോക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. Process of production of new saplings from the vegetative parts of plants like root, stem, leaf and underground stem is called vegetative propagation. അല്ലെ? ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്ന് പറഞ്ഞാല് വേരുമുണ്ടാവുന്ന കായ്കള് എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുന്ന പ്രക്രിയ. ചിലതിന്റെ വേര്, ചില തണ്ട് കുഴിച്ചിട്ടാൽ മതിയാവും, ചിലതിന്റെ ഇലയിൽ നിന്നുണ്ടാവും, ചിലതിന്റെ വേരുകൾ കുഴിച്ചിട്ടുണ്ട് വരും അല്ലെ? ഈ പ്രക്രിയക്ക്, ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇതൊരു This is kind of asexual reproduction. ഇതൊരു അലൈംഗിക പ്രത്യുൽപാദനമാണ്. ഓക്കെ, നോക്കാം. പതിവയ്ക്കൽ, ലെയറിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ഇങ്ങനെ പേരക്ക, സപ്പോട്ട, ചാമ്പക്ക, ബദാം, അത്തി തുടങ്ങിയ സസ്യത്തിലെ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. അതായത് ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ഗുവാവ, സപ്പോട്ട, ജാവ ആപ്പിൾ എന്നാൽ ചാമ്പക്ക, almond and fig rotting can be induced in the stem of mother plant. This stem with root can be cut and planted. ഓക്കെ, അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. രണ്ട് നോഡ്സിനിടയിൽ, രണ്ട് പർവ്വങ്ങൾക്കിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തി മാറ്റുക. അതായത് ഇവിടെ കണ്ടില്ലേ, ഇതേപോലെ ചെത്തി മാറ്റുക, വളയാകൃതിയിൽ ചെത്തി മാറ്റുക. ഒരു നല്ലൊരു കമ്പിന്റെ ഒരു തൊലി എന്ത് ചെയ്യുക, ഈ വൃത്താകൃതിയിൽ ചെത്തി മാറ്റുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത്, ആരാണ് മ്യൂട്ട് ചെയ്യാത്തത്? ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ കൊണ്ട് ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടക്ക് നനച്ചു കൊടുക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, ഇടക്ക് നനച്ചു കൊടുക്കുക. 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതേപോലെ ഇങ്ങനെ കുറെ വേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഈ പതിവെച്ച ഭാഗത്ത്. ശേഷം എന്ത് ചെയ്യാ, ആ കമ്പ് മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാ, അത് മറ്റൊരു ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി കുഴിച്ചിടുക എന്നുള്ളതാണ്. ഇതാണ് പതിവയ്ക്കലിന്റെ 3 സ്റ്റെപ്സ്. പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിങ്
planters by cutting and planting the stem of a mother plant after generating roots from it. അല്ലേ? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് planters by cutting and planting the stem of mother plant after generating roots from it. അപ്പൊ ഇങ്ങനെ ഒരു കൊമ്പിന്റെ റൗണ്ടിൽ കട്ട് ചെയ്ത ശേഷം അവിടെ ചകിരിച്ചോറും മണ്ണ് അല്ലെ മിക്സർ ഓഫ് കോക്കോപീറ്റ് ആണ് ചകിരിച്ചോറ് കേട്ടോ. ചകിരിന്റെ ചോറുണ്ടല്ലോ, മിക്സർ ഓഫ് കോക്കോപീറ്റ്, പിന്നെ സോയിലും ആൻഡ് കൗഡങ്ങും ചാണകവും മണ്ണും കൂട്ടിച്ചേർത്തിട്ട് നനവോടെ ആ ഭാഗത്ത് വെച്ച് കെട്ട് പോളിത്തീൻ കവർ കൊണ്ട് മൂടുക അല്ലെ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അത് കഴിച്ചു നോക്കി അവിടെ വേര് വന്നിട്ടുണ്ടാവും. ആ വേര് വന്നതിന് ശേഷം ആ കമ്പ് മുറിച്ചെടുത്ത് മറ്റൊരു ചെടി കൊണ്ട് കുഴിച്ചിടുന്ന രൂപമാണ് പതിവയ്ക്കൽ എന്ന് പറയുന്നത്, ലെയറിംഗ് എന്ന് പറയുന്നത്. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. ലെയറിംഗ് ഒന്നാമത്തത് സെർപ്പന്റിങ് ലെയറിംഗ് ആണ് ഒന്ന്. പിന്നെ സെർപ്പന്റിങ് ലെയറിംഗ് എന്ന് പറഞ്ഞാല് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാം, പതിവെക്കാൻ പറ്റും. ഇംഗ്ലീഷിലുണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, സെർപ്പാനിക് ലെയറിംഗ് എന്ന് പറഞ്ഞാല് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെക്കുക. അതായത് in plants like pepper, layering can be done by bending the long branches. അല്ലെ, നീളമുള്ള അതിന്റെ ബ്രാഞ്ച് എന്ത് ചെയ്യുക, മണ്ണിലേക്ക് വളച്ചു വെക്കുക, into the soil, മണ്ണിലേക്ക്. ആൻഡ് കവറിങ് ദ ബ്രാഞ്ച് വിത്ത് സോയിൽ അറ്റ് ഇന്റർവെൽസ്. അല്ലെ, അതായത് ഇടവിട്ട് എന്ത് ചെയ്യുക, മണ്ണ് മൂടി വെക്കുക. ഇതിനാണ് സെർപ്പന്റിങ് ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോ പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് ലെയറിംഗ് മെത്തേഡ്സ്, ഒന്ന് എയർ ലെയറിംഗ് ഉണ്ട്, സെർപ്പന്റിങ് ലെയറിംഗ് ഉണ്ട്. ലെയറിംഗ് രണ്ട് വിധമാണ്. ലെയറിംഗ് ലെയറിംഗ് രണ്ട് ഇതാണ്. ഒന്ന് എയർ ലെയറിംഗ് നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതായത് ചകിരിച്ചോറ് ഇതൊക്കെ വെച്ച് ചാണകം മണ്ണൊക്കെ കൂട്ടി മിശ്രിതം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് വേര് വന്നിട്ട് എന്ത് ചെയ്യാം, അത് മറ്റൊരു ചെടി കൊണ്ട് കുഴിച്ചിട്ടാന്ന് പറഞ്ഞു. അതാണ് എയർ ലെയറിംഗ്. ഇത് പേരക്ക, അതുപോലെ കാഷ്യൂ ട്രീ, പേരക്ക, അതുപോലെ കശുമാവ്, സപ്പോട്ട, റോസ്, ജാവ, ആപ്പിൾ, അൽമോണ്ട്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം, എയർ ലെയറിംഗ് നടത്തുക. രണ്ടാമത്തത് സെർപ്പന്റിങ് ലെയർ ആണ്. സെർപ്പന്റിങ് ലെയറിംഗ് കേട്ടോ. അതല്ല, ഈ നാഗ ലെയറിംഗ് ഏതിലാണ് മോസ്റ്റ് എഫക്റ്റീവ്? ചെയ്യാൻ പറ്റുന്നല്ലേ. അതിന്റെ ഉദാഹരണം പറഞ്ഞതാ, ബോഗൺവില്ല, ജാസ്മിന്, പെറ്റല്, പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തമം, ഇങ്ങനെയുള്ള ചെടികളിലാണത് അല്ലെ. ക്രിസാന്തമം പറഞ്ഞാല് വെറ്റില, ബോഗൺവില്ല, മുല്ല, പെറ്റല് പറഞ്ഞാല് പിച്ചി എന്ന് പറയും, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, ഇതിലൊക്കെ എന്താണ് കൂടുതലായിട്ടും സെർപ്പന്റിങ് ലെയറിംഗ് ആണ്. അതായത് വളച്ചു വെച്ചിട്ട് മണ്ണിലേക്ക് വരുത്താനുള്ളതാണ്. അതന്നെ പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാ പറഞ്ഞത്. ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില, അതിലൊക്കെയാണ് കൂടുതൽ എഫക്റ്റീവ്. ഓക്കെ, അതായത് മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വേര് മുളക്കും, പിന്നെ അവിടെ മണ്ണിട്ട് മൂടിയാൽ അവിടെ വീണ്ടും അത് ചെടി ഉണ്ടാവും. ഓക്കെ, ഈ നാഗലെയറിംഗിന് വേറൊരു പേരാണല്ലേ സെർപ്പന്റൈൻ ലെയറിംഗ്? നാഗലെയറിംഗിന്റെ ഇംഗ്ലീഷ് ആണ് സെർപ്പന്റിങ് ലെയറിംഗ്. ഓക്കെ, സെർപ്പന്റിൻ ലെയറിംഗ്. സപ്പോർട്ട് അല്ലേ? ഓക്കെ, സപ്പോർട്ട് ഇതിലാണ്, എയർ ലെയറിംഗ് ആണ്. സപ്പോർട്ടൊക്കെ നമ്മൾ അതിന്റെ മരത്തിന്റെ കൊമ്പിൽ ചെയ്യണം. മരത്തിന്റെ കൊമ്പല്ലേ, ഗുവാവയും കാഷ്യൂട്രി സപ്പോർട്ടൊക്കെ നമുക്ക് വളച്ചു വെക്കാൻ പറ്റില്ലല്ലോ, അത് മരത്തിന്റെ കൊമ്പല്ലേ. ഓക്കെ, ഇനി ഇതിന്റെ ചില പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത്
possess the qualities of mother plant. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് അതേ സസ്യത്തിന്റെ ഗുണങ്ങൾ ഇപ്പൊ ഇത് ചെയ്ത അതേ സസ്യങ്ങൾക്കും ഉണ്ടാവും. രണ്ടാമത്തത് സ്മാൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. ചെടിയുടെ വലിപ്പവും കുറവായിരിക്കും, അതിന്റെ ആയുർദൈർഘ്യം എന്തായിരിക്കും? കുറവായിരിക്കും, ലൈഫ് സ്പാൻ കുറവായിരിക്കും. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, അല്ലെ, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും എന്നാണ് മറ്റൊരു പ്രത്യേകത. മാത്രമല്ല ആബ്സൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. അപ്പോ ഒരുപാട് ആഴത്തിൽ വേര് പോകില്ല എന്നർത്ഥം. അതുപോലെ റിക്വയർ മോർ കെയർ, പക്ഷെ കൂടുതൽ പരിചരണം ഇതിന് ആവശ്യമാണ്. കൂടുതൽ പരിചരണം ആവശ്യം, എന്നാലത് ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അപ്പോ ചെറിയ ചെടിയിൽ തന്നെ കൂടുതൽ വലുതാവില്ല, ചെറിയ ചെടിയിൽ തന്നെ നമുക്ക് കായ്കളും ഫലങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. ഇനി നോക്കാം, അടുത്താണ് ഗ്രാഫ്റ്റിംഗ്. ഒന്നും കൂടി പറയോ? അതായത് ഇത് ക്വാളിറ്റീസ് പെക്യുലാരിറ്റീസ് അല്ലേ, സവിശേഷതകളല്ലേ? പെക്യുലാരിറ്റീസ് സവിശേഷതകൾ എന്നൊക്കെ വെച്ചാല് possess the qualities of mother plant. അതായത് നമ്മള് ഏതിലാണോ നമ്മള് ഈ ലെയറിങ് ചെയ്യണത്, അതില് അതേ ഗുണം എന്തിനുണ്ടാവും? ആ മരത്തിന്റെ അതേ ഗുണം നമ്മൾ ലെയറിങ് ചെയ്ത ചെടിക്കും ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ഇപ്പം ചെറിയ മാവുമ്പൊക്കെ പെട്ടെന്ന് മാങ്ങ കായ്ക്കാൻ കണ്ടിട്ടില്ലേ? ലെയറിങ് ചെയ്തതാണ് അതൊക്കെ. നമ്മള് കടയിൽ നിന്ന് വാങ്ങിയ തൈകളൊക്കെ പെട്ടെന്ന് കായ്ക്കൂലേ? അതൊക്കെ ബെഡിങ്ങും ലെയറിങ്ങും ചെയ്തൊക്കെ ആകണം. ഓക്കെ, അതേപോലെ ഗ്വാവ, നമ്മൾ ഉദാഹരണം പഠിച്ചില്ലേ? ഗ്വാവ പോലെ സപ്പോട്ട, അതിലൊക്കെ അത് ചെയ്യണാണ്. സപ്പോർട്ട് എയർ ലെയറിംഗ് അല്ലേ? എയർ ലെയറിംഗിന്റെ ക്വാളിറ്റീസാ? എയർ ലെയറിംഗ് മൊത്തത്തിലുള്ള ക്വാളിറ്റീസ് ആവണേ. ഓക്കെ, അതുപോലെ വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ കേട്ടോ. പിന്നെ ആബ്സൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, അല്ലെ, അതായത് വേര് നല്ലോണം താഴത്തേക്ക് പോകില്ല. അതുപോലെ അതായത് വേരുപടലം ഉണ്ടായിരിക്കില്ല. അതായത് ഈ ടാപ്പ് റൂട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ, അതായത് ഒറ്റ വേരുണ്ടാവുമല്ലോ, വലിയ വേര്, അതുണ്ടാവില്ല. അതുപോലെ റിക്വയർ മോർ കെയർ, കൂടുതൽ പരിചരണം ആവശ്യമാണ്. അടുത്താണ് കമ്പൊട്ടിക്കല്. മാവിന്റെ കൊമ്പിലൊക്കെ വേര് പിടിപ്പിക്കൽ പ്രയാസമാണ്. മാവിന്റെ കൊമ്പില് വേര് പിടിപ്പിക്കാൻ പ്രയാസം, അതായത് ഇങ്ങനെ അതിന്റെ തോല് നമ്മൾ ലെയറിങ് ചെയ്യാൻ പ്രയാസമാണ്. അതുപോലെ വിത്ത് നട്ടാലേ മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷം എടുക്കും, അല്ലെ? ഒരു വിത്ത് അതേ വലുതായി കായ്ക്കണമെങ്കിൽ ഒരുപാട് വർഷം എടുക്കും. അപ്പോൾ ഈ മാവിന്റെ അപ്പൊ 2 ഇനം മാവുകൾ നോക്കാം. നാടൻ മാവ്, നീലമാവ് കണ്ടു, നീലമാങ്ങ കണ്ടു, നീലമാങ്ങ കഴിച്ചിട്ടില്ലേ? നാടൻ മാവിന്റെ ഇംഗ്ലീഷിലെ പേരാണ് ഇൻഡിജിനസ് മാംഗോ ട്രീ. ഇൻഡിജിനസ് മാംഗോ ട്രീ, നീലത്തിന് നീല മാംഗോ ട്രീ തന്നെ പറയാം കേട്ടോ. ബഡിങ്ങിലും സ്റ്റോക്ക് ഉണ്ടോ? റൂട്ട് സ്റ്റോക്ക്? ബെഡിങ്ങില് നമ്മള് തൈയാണ് അല്ലെ, തൈ മുകളം മുളക്ക ചെയ്യാം. ബെഡിങ്ങില് നമ്മൾ അവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വേറെ ഒന്നിന്റെ ചെടി കൊടുന്ന് വെക്കുക ചെയ്യാം. അപ്പൊ ആ കൊമ്പിലൂടെ നമുക്ക് ഫലം കിട്ടും, വേറെ കുഴിച്ചിടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇല്ല, റൂട്ട് സ്റ്റോക്ക് ഇല്ല ഇതില്. ഇനി കമ്പൊട്ടിക്കൽ നോക്കാം. കമ്പൊട്ടിക്കലില് നോക്കി 2 മാവിന്റെ പ്രത്യേകത നോക്കുക. നാടൻ മാവിന്റെയും അതുപോലെ നീലമാങ്ങന്റെ പ്രത്യേകത നോക്കുക. നമുക്ക് നാടൻ മാങ്ങയില് റിലേറ്റീവ്ലി സ്മാൾ മാംഗോ ആയിരിക്കും, അല്ലെ, ചെറിയ മാംഗോ ആയിരിക്കും. എന്നാൽ നീല മാംഗോ എന്തായിരിക്കും? ബിഗ് സൈസിലെ വലിയ മാങ്ങ ആയിരിക്കും നീലമാങ്ങ. അതേപോലെ സോർ ഓർ സ്വീറ്റ് മാംഗോ ആയിരിക്കും. അതായത് നാടൻ മാങ്ങ എന്തായിരിക്കും? പുളിയും അതുപോലെ മധുരം കൂടിയ മാങ്ങ ആയിരിക്കും, അല്ലെ? എന്നാൽ നീലമാങ്ങ പുളി ഉണ്ടാവില്ല, വെരി സ്വീറ്റ് മാംഗോ ആയിരിക്കും. ഇനി നാടൻ മാങ്ങ ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ പെട്ടെന്ന് കായ്ക്കും, അല്ലെ? നല്ല ഉഷാറായിട്ട് വളരും എന്നുള്ള, വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉഷാറായിട്ട് വളരും. ഡസിന്റ് ഗ്രോ വെൽ ഇൻ അവർ, നീലമാങ്ങ എന്ത് ചെയ്യൂല, നമ്മളെ മണ്ണിൽ നന്നായിട്ട് വളരില്ല എന്നുള്ളതാണ്. ഒക്കെ അതിന് അതിൻ്റെതായ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നാടൻ മാവിന് എന്ത് ആവശ്യമില്ല? ഡസിന്റ് നീഡ് സ്പെഷ്യൽ കെയറിന്റെ ആവശ്യമില്ല, ഒരു പ്രത്യേക പരിപാലനത്തിന്റെ ആവശ്യമില്ല. അറിയാം, നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നാടൻ മാവ് നമ്മൾ അതിന് പ്രത്യേകിച്ച് വളം ഇട്ട് കൊടുക്കുന്നില്ല, അല്ലെ? അത് തന്നെ വളർന്നോളും.
എന്നാൽ നീലമാവിന് എന്താണ് നല്ല പരിചരണം ആവശ്യം, നീട് സ്പെഷ്യൽ കെയർ ആവശ്യമാണ്. ഇനി എന്താണ് ഗ്രാഫ്റ്റിംഗ് പറഞ്ഞാല്? ഗ്രാഫ്റ്റിംഗ് കമ്പട്ടിക്കൽ പറഞ്ഞാല് ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിംഗ് ബൈ joining the stem of a superior quality plant with another plant that has roots and belongs to the same species. Ana beauty aate plant same species, അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷിൽ പറയോ? ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ, ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ്. ഒട്ടിക്ക, മെത്തേഡ് ഓഫ് production of saplings by joining the stem of a superior quality plant with another plant that has roots and belongs to the same species. അപ്പൊ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഞാൻ മാവിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഓക്കെ, അതായത് ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. എന്ന് പറയാം, പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ് റൂട്ട് സ്റ്റോക്ക്. അതായത് നമ്മൾ ഏതിലാണോ ഒട്ടിക്കണത് ആ ഒട്ടിക്കണ മരത്തിനെ റൂട്ട് സ്റ്റോക്ക് എന്നും, ഏത് മരത്തിൽ നിന്നാണോ ഒട്ടിക്കണത്, ഏത് മരത്തിനെടുത്തിട്ടാണോ ഒട്ടിക്കണത് ആ മരത്തിനെ ഒട്ടിക്കുന്ന കമ്പിനെ എന്ത് പറയുന്നു? സയൺ എന്നും പറയുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മളിപ്പോ ഇൻഡിജിനസ് മാംഗോയും പിന്നെ മറ്റേ നീല മാംഗോയും എടുത്തു കഴിഞ്ഞാൽ നീല മാംഗോ സയണും ഇൻഡിജിനസ് മാംഗോ ആവില്ലേ? ഇൻഡിജിനസ് മാംഗോയിലാണ് നമ്മള് നീലമാവ് ഉണ്ടാകാൻ ഉദ്ദേശിക്കണതെങ്കിൽ നമ്മൾ ഈ നീലമാവിൽ നിന്നും ഒരു കമ്പിന്റെ കഷ്ണം എടുത്തിട്ടാണല്ലോ നമ്മള് ഇൻഡിജിനസ്, അതായത് നാടമാവിൽ ഒട്ടിക്കുക. അപ്പൊ നാടമാവ് റൂട്ട് സ്റ്റോക്കും ഇൻഡിജിനസ് പ്ലാന്റ് എന്തായിരിക്കും? സ്റ്റേജസ് ഒക്കെ പഠിക്കണോ? ഇല്ല, അത് മനസ്സിലാക്കി വെച്ചാ മതി കേട്ടോ. ഓക്കെ, പരീക്ഷക്ക് ചിലപ്പോ ചിലപ്പോ അത് ഡെഫിനേഷൻ വന്നിട്ട് അതെന്താന്ന് ചോദിക്കും. ബെഡിങ് നോക്കാം. ബെഡിങ് എന്ന് പറഞ്ഞാല് മുകുളം ഒട്ടിക്കൽ എന്ന് പറഞ്ഞാല് ബെഡിങ് ഈസ് ദ മെത്തേഡ് ഓഫ് producing superior quality planting material by joining the bed of superior quality plant with another plant that has roots and belongs to the same species. Bedding is the method of producing superior quality planting material by joining the bed of superior quality plant with another plant. Planting materials by joining the superior quality. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽവസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് ബെഡിങ്, മുകുളം ഒട്ടിക്കുക എന്ന് പറഞ്ഞാല്. ഒന്നും പറയാം. By the stem of a superior quality plant with another plant that has roots and belongs to the same species. Budding is a method of method of producing superior quality plant. Superior quality plant. അയ്യോ സോറി. കഴിഞ്ഞോ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, മാവിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ, സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽവസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ രീതി നമുക്കൊരു പ്ലാവിൻ തൈ ഉണ്ടാക്കാം. എങ്ങനെ? ഒരു നല്ല ഇനം പ്ലാവിന്റെ കൊമ്പിൽ നിന്ന്, അതായത് സ്റ്റേജ് 1 നോക്കാം. Sessile of a bud along with the bark from the branch of superior quality jackfruit tree. This is the scion. നല്ല ഇനം പ്ലാവിന്റെ ഒരു ശിഖരത്തിൽ നിന്ന്, ഒരു കൊമ്പിൽ നിന്ന് മുകുളം തൊലിയോട് കൂടി ചെത്തെടുക്കുക. അതാ ചിത്രത്തിലേതുപോലെ
ഈ മുകൾ എന്ത് ചെയ്യാ കണ്ട ഒരു മുകളത്തിന്റെ ഇത് കണ്ടില്ലേ? അത് തൊലിയോട് കൂടി എന്ത് ചെയ്യാ ചെത്തി എടുക്കുക. ഇതിനാണ് സയൺ പറയാ. ചെത്തി എടുക്കണ അതിനാണ് സയൺ എന്ന് പറയാ. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. അത് മ്യൂട്ട് ചെയ്യോ? ആരാ മ്യൂട്ട് ചെയ്യാത്ത? ഞാനിപ്പോ റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടാ. Peel off bark from the area where the bud is to be inserted in the native jackfruit free sapling. അതായത് ചട്ടിയിലോ അത് ഗ്രോ ബാഗിലോ അത് ആ കറുത്ത ബാഗ് ഉണ്ട് അതിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തൊരു ചെത്തി മാറ്റുക. അപ്പൊ എവിടെയാണോ ഏത് പ്ലാവിലാണോ അതായത് റൂട്ട് സ്റ്റോക്ക് ഏത് റൂട്ട് സ്റ്റോക്കിലാണോ നമുക്ക് ഏത് റൂട്ട് സ്റ്റോക്ക് മരത്തിലാണ് നമുക്ക് ഒട്ടിക്കേണ്ടത് ആ ഒട്ടിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യുക അവിടെയുള്ള തൊലി ചെത്തി മാറ്റുക. ഉണ്ടോ? ബഡിങ്ങിന് റൂട്ട് സ്റ്റോക്കിൽ വേണം, അല്ലാതെ എങ്ങനെ ചെയ്യാ? ബഡിങ്ങിന് റൂട്ട് ഉണ്ടാവില്ല എന്നാ പറഞ്ഞു. നോക്കാം സ്റ്റേജ് 3 നോക്കുക. അറ്റാച്ച് ദ സൈഡ് വിത്ത് എ പോളിത്തീൻ ടാപ്പ് ടു ദ ഏരിയ the root stock from where the bark was removed, keeping the bud exposed. അതായത് റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് എന്ത് ഒരു ബഡിങ് ചെയ്ത റോസില് വിത്തിലുള്ള ഉണ്ടാവോ? എങ്ങനെ നോക്കാം. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ചിട്ട് എന്ത് ചെയ്യുക മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ മുകുളത്തിന്റെ അവിടെ ചെറിയ ഗ്യാപ്പ് ഇട്ട് എന്ത് ചെയ്യുക പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ പറമ്പിലേക്ക് മാറ്റി നടാം. ഓക്കെ, എങ്ങനെയാണ് ബഡിങ് നടത്തുക? ഓക്കെ, നാട്ടിലെ ബഡിങ് റോഡ് സ്റ്റോക്ക് ഉണ്ടാവില്ല പറഞ്ഞിനോ? നേരത്തെ ഞാൻ പറഞ്ഞു. ഓക്കെ, ബഡിങ് റോഡ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം എന്താ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും അല്ലെ? സ്വപരാഗണം പരപരാഗണം പഠിച്ചതാണ്, നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് ഈ ബഡിങ് ചെയ്ത ഒരു റോസിന് വിവിധ തരം പൂക്കൾ ഉണ്ടാവോ? പൂക്കൾ ഉണ്ടാക്കാം. അതിനാണ് നമ്മൾ ബഡിങ് ചെയ്യണത്, വിവിധതരം റോസാപ്പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അത് ശരിക്കും ചെയ്യണം, കൃത്യമായി ചെയ്താലേ അത് ഉണ്ടാവുള്ളൂ. വെറുതെ എന്തെങ്കിലും ആക്കിയിട്ട് ഉണ്ടാവൂല. അപ്പൊ നോക്കാം, സ്വപരാഗണം പരപരാഗണം, അതായത് സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും അല്ലെ? സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ പൂവിൽ നിന്ന് അതേ ചെടിയുടെ പൂവിലേക്ക് പരാഗണം നടത്തുകയാണ്. ഇനി പരപരാഗണം എന്ന് പറഞ്ഞാല് ഒരു ചെടിയുടെ പൂവിൽ നിന്ന് മറ്റൊരു ചെടിയുടെ പൂവിലേക്ക് പരാഗണം നടത്താണ് പരപരാഗണം അല്ലെ? ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. സെയിം ചെടി പോളൻ ഗ്രെയിൻസ് അല്ലെ? പോളൻ ഗ്രെയിൻസ് പരാഗരേണുക്കൾ. ഓക്കെ, നോക്കാം. നമുക്കിതിനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താം. കൃത്രിമ പരാഗണം നമുക്ക് നടത്താൻ പറ്റും. എങ്ങനെയാണ് നടത്താം? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എങ്ങനെ നടത്താം? അതായത് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ remove stamens from the flowers in which artificial pollination is to be done. അതായത് സ്വപരാഗണം സെൽഫ് പോളിനേഷൻ തടയുന്നതിന് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റാം. നമുക്കറിയാം ചെടിയുടെ കേസരങ്ങൾ, ഈ കേസരങ്ങൾ ഏറ്റവും മുകൾ ഭാഗം എന്ത് ചെയ്യുക, പൂവിന്റെ ഈ മഞ്ഞ ഭാഗം എന്ത് ചെയ്യുക, മുറിച്ചു മാറ്റാനുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, the flower is wrapped well to prevent the pollen grains from other flowering falling on it. അല്ലെ? ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് എന്ത് ചെയ്യുക, പൊതിഞ്ഞു കെട്ടുക. ശേഷം മൂന്നാമത്തെ സ്റ്റേജ്, pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ബ്രഷിൽ ഇങ്ങനെ അതിന്റെ രേണുക്കൾ മറ്റൊരു പേപ്പറിലേക്കോ പാത്രത്തിലേക്കോ എടുത്ത് മാറ്റുക. നാലാമത്തെ സ്റ്റെപ്പ്, pollen grains thus collected are deposited on the stigma on the flower which is to be pollinated artificially. ശേഖരിച്ച പരാഗരേണുക്കള്
കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് എന്ത് ചെയ്യാ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ദ ഫ്ലവർ ഈസ് റാപ്പഡ് അഗൈൻ ടു പ്രിവെന്റ് പോളിനേഷൻ ഫ്രം ദ അതർ ഫ്ലവർ. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂ വീണ്ടും പൊതിഞ്ഞു കെട്ടുക. അപ്പൊ അതാണ് കൃത്രിമ പരാഗണം ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ സ്റ്റെപ്സ്. നോക്കാം വർഗസങ്കരണം. ഒരു വർഗത്തിൽ ആരാ മ്യൂട്ട് ചെയ്യാത്തത്? ഭയങ്കര ശബ്ദാണല്ലോ. നമ്മളെ കൂട്ടായി ബീച്ചിന്റെ അവിടെ വിൽക്കണ അങ്ങനെ ചെയ്തൊക്കെ സാധനം വിൽക്കണ പോകുന്നുണ്ട്. ആരുതാണ് മ്യൂട്ട് ചെയ്യാത്തത്? ഭയങ്കര ശബ്ദാണല്ലോ. നമ്മള് അച്ഛനാ കേസ് കൊടുക്കാൻ പോകും. കേസ് കൊടുത്തിങ്ങനെ ആരാണ് സംസാരിക്കണം? മ്യൂട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ്. അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടി വരും എനിക്ക്. അത് ഇതിലാണ് കാണാം. റിമൂവ് ചെയ്യേ രശ്മിയാണ് സർ. എന്താണ് മ്യൂട്ട് ചെയ്യാത്ത? എന്താ സംസാരിക്കണത്? ക്ലാസ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ആരാണ് സംസാരിക്കുന്നത്? കുറെ നേരമായല്ലോ. ദേവാനന്ദാണോ സംസാരിക്കണേ? മ്യൂട്ട് ചെയ്യാത്തത്? ഭയങ്കര ശബ്ദാണല്ലോ. ഓക്കെ ഓക്കെ, സംസാരിക്കല്ലോ. അത് ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടിയൊക്കെ കേൾക്കൂല സംസാരിച്ചാല്. നോക്കാം. Hybridization is the method of production of seeds by artificially pollinating two plants which have different qualities and belong to the same species. എന്ന് പറഞ്ഞാൽ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണം. പിന്നെ തുടങ്ങിയല്ലോ. ആരാണത്? എനിക്ക് ആളെ മനസ്സിലായിട്ടില്ല. ആ ചാറ്റിങ് നിർത്തി കേട്ടോ. ചാറ്റിങ് റിമൂവ് ചെയ്യും ഞാന്. നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഞാനാണ് പിന്നെ ഓണാക്കണത്. ശാലിനി സംസാരിക്കാതിരിക്കും. ഷാനി ടീക്കെ മ്യൂട്ട് ചെയ്തേ. ഓക്കെ. Hybridization is the method of production of seeds by artificially pollinating two plants which have different qualities and belong to the same species. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയിട്ട് രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്നാണ് ഗുണമേന്മയുള്ള വിത്തുകൾ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇവയെ സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നു. From the seeds produced those with the superior quality are collected the hybrid seeds. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടത് വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ഒരേ വർഗത്തിൽപ്പെട്ടതാണ്, വ്യത്യസ്ത ഗുണങ്ങളാണ്. അതിന് ഉദാഹരണം പറയുന്നത് മനസ്സിലാവും. ഇങ്ങനെയുള്ള രണ്ട് ചെടികള് തമ്മിൽ എന്ത് ചെയ്യാം? കൃത്രിമ പരാഗണം നടത്തിയിട്ട് രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന അതന്നെ പറയണത് ഒരേ വർഗത്തിൽപ്പെട്ട. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മുളക് അല്ലെ, മുളകിന് എന്തുണ്ട്?
കുറെ ഇനങ്ങളുണ്ട്. അപ്പൊ ഒരേ വർഗത്തിൽപ്പെട്ട മുളക് കുറെ അല്ലേ, എന്താണ് ചീനമുളക് ഉണ്ട്, അതുപോലെ പച്ചമുളക് ഉണ്ട്, അങ്ങനെ കുറെ മുളകുണ്ടല്ലോ അല്ലെ. അപ്പോ ഒരേ വർഗത്തിൽപ്പെട്ടതാണ്, വ്യത്യസ്ത ഗുണങ്ങളുള്ള ഇങ്ങനെയുള്ള രണ്ട് ചെടികൾ എടുത്തിട്ട് അവ തമ്മിൽ കൃത്രിമ പരാഗണം, അതായത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന ഇപ്പൊ പച്ചമുളകിന്റെയും ചീനമുളകിന്റെ രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുക. ഈ രീതിക്കാണ് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് ഒരേപോലത്തെ ചെടികള് അവരുടെ ഒരേപോലത്തെ അല്ല, അതായത് ഒരേ വർഗത്തിൽപ്പെട്ടത്. എന്നുവെച്ചാ ഒരേ വർഗത്തിൽപ്പെട്ടത് പറഞ്ഞാല് ഇപ്പൊ പച്ചമുളക് ഒരു വർഗ്ഗം, പച്ചമുളകിന്റെ വർഗത്തിൽ കുറെ മുളകുകൾ ഉണ്ടാവൂലേ, അതുപോലെ പയറിന്റെ വർഗത്തില് പയറ് കുറെ ഉണ്ടാവൂലേ, വർഗം പയറിന് കുറെ വർഗം ഉണ്ടാവൂലേ. ഓക്കെ ഓക്കെ അങ്ങനെയുള്ള രണ്ട് ചെടികളെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യാം, അതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഓക്കെ 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 അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകൾക്കാണ് പറയുക സങ്കരയിന വിത്തുകള്, ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയണത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകൾക്കാണ് ഹൈബ്രിഡ് സീഡ്സ്, സങ്കരയിന വിത്തുകൾ എന്ന് പറയണത്. ഗ്രാഫ്റ്റിംഗ് ഒരു ഡൗട്ട്, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത ഈ ചെടികളിൽ നിന്ന് ഉണ്ടാവുന്ന സീഡ്ലിങ്സ് ആണോ ഹൈബ്രിഡ് സീഡ്സ്? സീഡ്സ് ആണ് ഹൈബ്രിഡ് സീഡ്സ്. ഗ്രാഫ്റ്റിംഗ് എന്തേ? ഈ മാൽഗോ സയണും അതുപോലെ തന്നെ ഗോമാവ് റൂട്ട് സ്റ്റോക്കും ആവാനുള്ള കാരണം എന്താ? അതായത് ഗോമാവ് അതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇപ്പൊ ഈ ഗോമാവ് നമ്മളെ എല്ലായിടത്തും ഉണ്ടാവൂലേ, എവിടെയും വളരും. അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതൽ വളം ഇട്ടെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമെങ്കിൽ നമ്മൾ വളം ഇട്ടെടുക്കുവോ? നമ്മൾ നോക്കുക തന്നെ ചെയ്യൂല അല്ലെ, അതിൽ അങ്ങനെ വളർന്നോളും, കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ അതിലേക്ക് നമ്മള് തീരെ നമ്മളെ മണ്ണിൽ വളരാത്തത് ഒട്ടിക്കേണ്ടത്. ഓക്കെ ഓക്കെ അപ്പൊ നോക്കാം, സസ്യം ചില്ലി മുളകില് ഉള്ള ഹൈബ്രിഡ് സീഡുകളാണ് ഉജ്ജ്വല ജ്വാലാമുഖി. പയറിലുള്ള ഹൈബ്രിഡ് സീഡാണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി. പാഡിയാണ് നെല്ലിലുള്ളതാണ് പവിത്ര അന്നപൂർണ. തേങ്ങയിലുള്ളതാണ് ചന്ദ്രലക്ഷ ചന്ദ്രസങ്കര. ലേഡീസ് ഫിംഗർ അതായത് വെണ്ടിയിലുള്ളതാണ് സൽകീർത്തി കിരൺ. ഇങ്ങനെയുള്ള രണ്ട് ഹൈബ്രിഡ് സങ്കരയിനം വിത്തുകളാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് ശരിക്കും പഠിക്കണേ. നോക്കാം, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 1925 അദ്ദേഹം ജനിക്കണത്. 2023 മരിച്ചത്. റവല്യൂഷന്റെ വേൾഡില് നോർമനി ബോർലോഗ് അല്ലേ? ഓക്കെ ഇത് നോക്കാം, ഇന്ത്യയിലാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. He had developed high yielding seeds and popularized them among farmers and thereby achieved a leap of the area of food production. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചാട്ടം സാധ്യമാക്കുകയും ചെയ്തത് ഇദ്ദേഹം വഴിയാണ്. തെക്ക് കിഴക്ക് ഏഷ്യയിലുള്ള മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയതും ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളായിരുന്നു. മാക്സ് ആൻഡ് വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാക്സയുടെ വേൾഡ് ഫുഡ് പ്രൈസ്, പിന്നെയും മ്യൂട്ട് ആക്കണല്ലോ, ആരാണ് പിന്നെയും സംസാരിക്കണേ, പത്മഭൂഷൺ എന്നീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നോക്കാം, നമുക്കറിയാം 2 തരം ഫെർട്ടിലൈസേഴ്സ് വളങ്ങള്, ഫെർട്ടിലൈസേഴ്സ് 2 ഉണ്ട്. ഫെർട്ടിലൈസേഴ്സ് 2 വിധത്തിലുണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട്, അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. വളങ്ങൾ 2 വിധത്തിലാണ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാല് ജൈവവളങ്ങളാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ രാസവളങ്ങളാണ്. ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ
സസ്യങ്ങളുടെയും സസ്യങ്ങള് ചീഞ്ഞത് എന്താണ് ജൈവവളമായിട്ട് മാറും. അതുപോലെ മൃഗങ്ങളുടെയൊക്കെ വേസ്റ്റുകള് ഒക്കെ ആടിന്റെ പശുവിന്റെ ഒക്കെ എന്താ ചാണകം ഒക്കെ എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സുകളാണ്. അപ്പോൾ ഒബ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ അല്ലെ, അതായത് ജൈവവസ്തുക്കളിൽ നിന്നാണ് ഇവ ലഭിക്കുന്നത്. ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് സസ്യങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നു. എന്നാൽ രാസവസ്തുക്കള് പ്രൊഡ്യൂസർ ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയലി, എന്താണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായിട്ടാണ് ഇവ നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. അതുപോലെ റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, റിക്വയർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. ഓർഗാനിക് ഫെർട്ടിലൈസർ ജൈവവളങ്ങൾ സസ്യങ്ങൾക്ക് എന്താ കുറച്ച് മതി, ജൈവവളങ്ങൾ സസ്യങ്ങൾക്ക് കൂടുതൽ വേണം അല്ലെ, വളങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി കെമിക്കൽ ഫെർട്ടിലൈസർ എന്താണ് റിക്വയർഡ് ലെസ്സർ ക്വാണ്ടിറ്റി, കുറച്ച് മതി. അപ്പൊ നമ്മള് മിക്സർ ഇട്ട് കൊടുക്കുമല്ലോ അല്ലെ, സസ്യങ്ങൾക്കൊക്കെ കുറച്ച് മതി. കൂടുതൽ ഇട്ടാല് എന്താവും മരം കേടുന്നു പോകുന്നുള്ളതാണ്. ഇനി നോട്ട് ഹാംഫുൾ ടു സോയിൽ, ഓർഗാനിക് ഫെർട്ടിലൈസർ നോട്ട് ഹാംഫുൾ ടു സോയിൽ എന്നല്ല, മണ്ണിന് അപകടമല്ല, ദോഷകരമല്ല. എന്നാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എക്സസ് യൂസ് ഡിസ്റ്റോർഡ് സോയിൽ സ്ട്രക്ചർ, അത് അമിതമായി ഉപയോഗിച്ച് മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കും എന്നുള്ളതാണ്. ഇനി കാനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പോണന്റ്, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. കമ്പോണന്റ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെന്റ്, ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാൻ കഴിയും. മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉണ്ട്, ജീവാണുവളം, അതായത് സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. ഇൻ ദിസ് മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ. മൈക്രോബ്സ് അല്ലെ, സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണുവളപ്രയോഗം. ന്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം are example of microbial fertilizers. Okay, microbial fertilizers-ന് ഉദാഹരണങ്ങളാണ്. Okay. Agriculture, mechanical control, Okay. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇല്ല ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഒന്നെടുത്തത് ഒന്നുകൂടി പ്രധാനമായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. കുറെ എടുത്തിട്ടുണ്ട്, അപ്പൊ ഒന്നുകൂടി ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അത് നമ്മള് പറഞ്ഞത് വിളയിക്കാൻ നൂറുമേനി എന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ വിളയിക്കാൻ നൂറുമേനി അല്ലെ, ടുവേർഡ്സ് എ 100-fold yield ആണ് പാഠം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല വിളവ് ലഭിക്കണം, ഗുണമേന്മയുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ പഠിച്ച വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും അല്ലെ. അതായത് കായിക സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ പുതിയ തൈകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. അതുപോലെ വിത്തുകൾ ഉണ്ടാകുന്ന ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ് എന്നും പഠിച്ചു. പിന്നെ പഠിച്ചത് ലെയറിങ്ങിനെ കുറിച്ചാണ്. ഓരോ ലെയറിങ് പതിവയ്ക്കലിനെ കുറിച്ച് അതിന്റെ ഘട്ടങ്ങൾ പഠിച്ചു. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റിംഗ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ് അല്ലെ. മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ലെയറിംഗ്, പതിവയ്ക്കൽ എന്ന് പഠിച്ചു. പിന്നെ പറഞ്ഞത് ലെയറിംഗിന് രണ്ട് രീതിയാണ്. ഒന്ന് എയർ ലെയറിംഗും, രണ്ട് സെർപ്പന്റിംഗ് ലെയറിംഗും. വായുവിൽ പതിവയ്ക്കലും നാഗപതിവയ്ക്കലും. എയർ ലെയറിംഗിന്റെ ഉദാഹരണം പറഞ്ഞു, പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. പിന്നെ നാഗപതിവയ്ക്കൽ ഉദാഹരണം പറഞ്ഞു, ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ചമന്തില്ല. അതായത് വളച്ചിട്ട് എന്ത് ചെയ്യാം, നീളമുള്ള ചെടികളുടെ ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, മണ്ണിട്ട് മൂടി പതിവയ്ക്കാം. അതാണ് സെർപ്പന്റിംഗ് പഠിച്ചത്. അതിന്റെ സവിശേഷത പഠിച്ചു. ലെയറിംഗിന്റെ പെക്യുലാരിറ്റി സവിശേഷത പഠിച്ചു. എന്താണ്? possess the qualities of mother plant. മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ ഉണ്ടാവും. അതുപോലെ സ്മാൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ചെടിയുടെ വലിപ്പവും ആഴ്ചയ്ക്കും കുറവാകും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, എന്താണ്? തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല.
റിക്വയർ മോർ കെയർ, കൂടുതൽ പരിചരണം ആവശ്യമാണ്. പിന്നെ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു. ഗ്രാഫ്റ്റിംഗ് നാടൻമാവും നീലമാവും. നാടൻമാവ് എന്താണ്, എന്ത് റൂട്ടാണ്? നാടൻമാവ് റൂട്ട് സ്റ്റോക്ക് ആണ്. ഇത് ഇൻഡിജിനസ് മാംഗോയുടെ റൂട്ട് സ്റ്റോക്ക് ആണ്. നീല മാംഗോ എന്താണ്, സയാണോ ആണ് അല്ലെ. ഗംബോട്ടി പറഞ്ഞാല് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ grafting is a method of production of sapling by joining the stem of a superior quality plant with another plant that has roots and belongs to the same species. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തൈ ഉൽപാദന രീതിയാണ് കമ്പൊട്ടിക്കൽ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒട്ടിക്കാൻ വെച്ചെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. ഓക്കെ, അത് രണ്ടും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ, നീ ആരാ സംസാരിക്കണേ ലാസ്റ്റ് വെച്ചിട്ട്? റൂട്ട് സ്റ്റോക്കും സയണും കാണാതെ പഠിക്കണേ, എന്താ അറിയണം, എന്നാലേ ബാക്കിയുള്ള മനസ്സിലാവുള്ളൂ. പിന്നെ പഠിച്ചത് ബെഡിങ് ആണ് അല്ലെ. ഗുണമേന്മയുള്ള സസ്യത്തിന്റെ മുകളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടുവശം ഉണ്ടാകുന്ന രീതിയാണ് മുകളം ഒട്ടിക്കുക, അതായത് ബെഡിങ് എന്ന് പറയുന്നത്. സ്റ്റെപ്പുകൾ പഠിച്ചു. പിന്നെ പഠിച്ചത് പോളിനേഷനും ക്രോസ് പോളിനേഷനും അല്ലെ. സെൽഫ് പോളിനേഷൻ പറഞ്ഞാൽ ഒരു ചെടിയിലുള്ള പൂക്കൾ അതേ ചെടിയിലുള്ള പൂക്കളിലേക്ക് പരാഗണം നടത്തുക. ക്രോസ് പോളിനേഷൻ പറഞ്ഞാല് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികള് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു രണ്ട് ചെടികളിൽ പോളിനേഷൻ നടക്കുകയാണ് ക്രോസ് പോളിനേഷൻ. പിന്നെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ പറഞ്ഞു, അതിന്റെ സ്റ്റെപ്സുകൾ പറഞ്ഞു. പിന്നെ വർഗസംകരണം അല്ലെ, ഹൈബ്രിഡൈസേഷൻ എന്താ പറഞ്ഞു. പിന്നെ സസ്യങ്ങളോ അതിന്റെ സങ്കര ഇനം വിത്തുകളെ കുറിച്ച് അത് പഠിക്കണം, അത് പഠിച്ചു വരുന്നതാണ്. മുളക് ഓരോന്നിന്റെയും ഹൈബ്രിഡ് സീഡ്സ് സങ്കര ഇനം വിത്തുകളെ കുറിച്ച് പഠിക്കുക. പിന്നെ പറഞ്ഞത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഡോക്ടർ MS സ്വാമിനാഥൻ. പിന്നെ നമ്മൾ ജൈവവളങ്ങളും രാസവളങ്ങളും, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒബ്റ്റെയിൻ ഫ്രം ഓർഗാനിക് മാറ്റർ, അത് ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. മറ്റത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. ഒന്ന് റിക്വയർഡ് ഇൻ ഹയർ ക്വാണ്ടിറ്റി, റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി. ഓർഗാനിക് ഫെർട്ടിലൈസറിൽ ഹയർ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വേണ്ടി വരും, നല്ലോണം വളർത്തി കൊടുക്കേണ്ടി വരും. കെമിക്കൽ ഫെർട്ടിലൈസർ കുറച്ച് മതി. അപ്പൊ നോട്ട് ഹാർംഫുൾ, മണ്ണിന് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്തല്ല, മണ്ണിന് ദോഷകരമല്ല. കെമിക്കൽ ഫെർട്ടിലൈസർ കൂടുതലായാലും മണ്ണിന് ദോഷമാണ്. ഇതൊക്കെയാണ് അതിന്റെ. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് വേറൊരു ഫെർട്ടിലൈസർ മൈക്രോബിയൽ ഫെർട്ടിലൈസർ, സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചുകൊണ്ട് വളപ്രയോഗ രീതി. ഇതാണ് ജീവാണു വളപ്രയോഗം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പോ മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ? നിങ്ങൾക്ക് ക്ലാസ് ഇപ്പം തുടങ്ങിയത്? ക്ലാസ് എന്നാ തുടങ്ങിയത്? ഓക്കെ, ഇനി നമുക്കിനി ചാപ്റ്റർ ഇനി എത്ര ഉണ്ടാവും? 1-2 ചാപ്റ്ററുകൾ ഉണ്ടാവും അല്ലെ? ബാക്കിയൊക്കെ നമ്മൾ എടുത്തല്ലേ? ഓക്കെ, ഈ ഫസ്റ്റ് ഇതില് ഒന്നാമത്തെ ചാപ്റ്റർ മാത്രം എടുക്കാത്തുള്ളൂ തോന്നല്ലേ? അങ്ങനെയാണോ? നോക്കിയിട്ടില്ല. മൂന്നാമത്തെ പാഠം എടുത്തിട്ടുണ്ടോ? ഏതാണ്? ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ. അതല്ലേ ഫസ്റ്റ് എടുത്തേ? ഫസ്റ്റ് എടുത്ത പാഠം നമ്മൾ തുടങ്ങിയപ്പോ ഫസ്റ്റ് എടുത്ത പാഠം. 6ാമത്തെ പാഠം എടുത്തിട്ടുണ്ട്. 7ാമത്തെ എടുത്തുണ്ടോ? രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? ആശ്രമ ബേസ് എടുക്കാതെ എടുത്തല്ലേ? 7ാമത്തെ ചാപ്റ്റർ എടുത്തിട്ടില്ല. ഏതാണത്? ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേറ്ററി സിസ്റ്റം. അടുത്തല്ലോ. അത് ഡൈജസ്റ്റിംഗ് ആണ്. ഇത് സർക്കുലേഷൻ. ഫസ്റ്റ് പാർട്ട് ബുക്കത്തെ എല്ലാതും എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിത്തെ 6ാമത്തെ പാഠം എടുത്തിട്ടുണ്ടോ? 7ഉം 8ഉം ഒന്നും എടുത്തിട്ടില്ല. ഏതില്? സെക്കൻഡ് പാർട്ടിത്തെ. സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ എടുക്കാറില്ലേ? 7ഉം 8ഉം ഒന്നും എടുത്തിട്ടില്ലല്ലോ. 7ഉം 8ഉം എടുത്തിട്ടില്ല. ഫസ്റ്റ് പാർട്ട് ഫുൾ എടുത്തിട്ടില്ല. 7 ഹ്യൂമൻ ബോഡി എ വണ്ടർ സർക്കുലേറ്ററി സിസ്റ്റം. ഹാർട്ടിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ളത്.
ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ഇതിലുണ്ടോ എടുത്ത് നോക്കട്ടെ. ഒരു മിനിറ്റ്. അല്ല 8ാമത്തെ പാഠം സാർ എടുത്തതാണല്ലോ. ലാസ്റ്റ് ചാപ്റ്ററോ? 8ാമത്തെ പാഠം സാർ എടുത്തതാ. ചാപ്റ്റർ എടുത്തതാണ് സാറേ. വണ്ടേഴ്സ് ഓഫ് സ്കൈ പറഞ്ഞിട്ടുണ്ട്. അത് സാർ എടുത്തിട്ടുണ്ട്. 3 അതൊക്കെ അടുത്തിട്ടുണ്ട്. 7ാമത്തെ എടുത്തിട്ടില്ല. ചാപ്റ്റർ ഒന്ന് എടുക്കാനുള്ളൂ. സാറേ 8ാമത്തെ ചാപ്റ്റർ എടുത്തിരുന്നോ? മനുഷ്യ ശരീരം ഒരു വിസ്മയം അല്ലെ? ദഹനവും ശ്വസനവും. ദഹനം ശ്വസനം എടുത്തിട്ടുണ്ട്. 5ാമത്തെ എടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എടുത്തിട്ടുണ്ടല്ലോ. 7ാമത്തെ എടുക്കാത്തേ. 7ാമത്തേതാ? ഇല്ല സാറേ എടുത്തിട്ടില്ല. 7ാമത്തേതാ? ഹ്യൂമൻ ബോഡി അവരുടെ സർക്കുലേഷൻ എക്സർഷൻ ആൻഡ് നെർവസ് ഹ്യൂമൻ ബോഡി. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഈ ചാപ്റ്റർ കഴിയും. എന്നിട്ട് നമുക്ക് 7ാമത്തെ എടുക്കാം. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. എന്നാ ശരി. വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ പാഠത്തില്? ഓക്കെ ഓക്കെ. എന്നാ ഓക്കെ ട്ടോ. പിന്നെ ഇല്ല. എന്നാ ഓക്കെ. എന്നാ ശരി കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു. താങ്ക് യു സാർ. ലെഫ്റ്റ് ആവാനായോ?